ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അമർ ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ വെച്ചാൽ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നത് വെച്ചാൽ ബോട്ടിങ്ങിൻ്റെ നമ്മളെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു ബോട്ടിംഗ് യാത്ര നടത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. കടലുണ്ടി പാലത്തിൻ്റെ അവിടെ തന്നെയാണ് ഈ ബോട്ട് യാത്ര ഉള്ളത്. അതായത് നമ്മൾ കടലുണ്ടി ട്രെയിൻ അപകടമൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ആ സ്ഥലത്താണ് ഈ ബോട്ട് യാത്ര ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കടലുണ്ടി ആ ബോട്ട് യാത്രയ്ക്ക് പോയി നോക്കാം. അവിടെ ചെല്ലുന്നതിന് ഒരാൾക്ക് ഫീസ് 10 രൂപയാണ്. ബോട്ടിങ്ങിന് ചാർജ് വരുന്നത് 800 രൂപയാണ് കേട്ടോ. ഇപ്പോൾ വേലിയിറക്ക സമയമാണ്, ഉച്ച സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ വേലിയിറക്ക സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലൂടെ കാട്ടിലൂടെ ഒന്നും പോകാൻ സാധ്യതയില്ല. നമുക്ക് പോകാനുള്ള ഏരിയ എന്ന് പറയുന്നത് വെള്ളമുള്ള ഏരിയകൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോയി നോക്കാം, അവിടെ ചെന്ന് നോക്കാം. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കടലുണ്ടി പുഴ ചേരക്കമ്പം മലയിൽ നിന്നും 130 കിലോമീറ്റർ താണ്ടി അറബിക്കടലിൽ പതിക്കുന്നു. നാല് ദ്വീപുകളും 8 ഇനം കണ്ടൽ ചെടികളും 60-ൽ പരം പക്ഷി ഇനങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഏപ്രിൽ 1 153 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കടലുണ്ടി വള്ളിക്കുന്ന് ഇക്കോടൂറിസമായി പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് തന്നെ 2007 ഒക്ടോബർ 18 മന്ത്രി ബിനോയ് വിശ്വം കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് കടലും പുഴയും യോജിക്കുന്ന ഭാഗം. അതായത് കടലുണ്ടി പുഴയും അറബിക്കടലും യോജിക്കുന്നിടം. അതിനാൽ തന്നെയാണ് ഇത്രയും ഓളങ്ങളും ഇവിടെ കാണുന്നത്. കുട്ടിക്ക് പേടില്ല, ചെറിയ വലിയ കുട്ടിക്ക് പേടി. ഈ ഭാഗത്താണ് കൂട്ടമായി 60-ൽ പരം ദേശാടന പക്ഷികൾ വന്നു ചേരുന്നത്. സെപ്റ്റംബർ മാർച്ച് കാലയളവിലാണ് സീസൺ വരുന്നത്.
അതുപോലെ ഡിസംബർ ജനുവരി മാസങ്ങളിലും കാണപ്പെടുന്നു. നക്ഷത്ര കണ്ടൽ അത് ആ കാണും. ഈ പാലത്തിനടിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 2001 53 പേർ മരിക്കാനിടയായ കടലുണ്ടി ട്രെയിൻ അപകടം നമ്മൾ ഓർമ്മയിൽ വരുന്നു. അടിപൊളിയായിരുന്നു. രാവിലെ വരുന്നപ്പോൾ വ്യൂ ഉണ്ട്. വേലിയിറക്ക സമയമായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൽക്കാടിനുള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അതിരാവിലെയും വൈകുന്നേരങ്ങളിലാണ് വേലിക്കയറ്റം ഉണ്ടാവുന്നത്. കണ്ടൽക്കാടിൻ്റെ വിത്ത് കൂർത്ത രൂപത്തിലുള്ളത് കൊണ്ട് തന്നെ ഇലകളിൽ നിന്ന് പൊഴിഞ്ഞ് ചെളിയിൽ താഴ്ന്നിറങ്ങി പുതിയ കാടുകൾ തളിർക്കുന്നു. എത്ര തന്നെ ആയാലും 1.5 മണിക്കൂർ കൊണ്ടുപോകുന്ന തോണിക്കാരാണ് നമ്മുടെ ഹീറോസ്. പക്ഷി സങ്കേതം ആയതിനാലാണ് തോണികളിൽ മോട്ടോർ ഘടിപ്പിക്കാത്തത്.